മാർട്ടിൻ ഏറെ നിരാശനാണ്. അവൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു. നിറങ്ങളൊന്നുമില്ലാതെ ജീവിതം ആർക്കോ വേണ്ടി ജീവിച്ചു തീർക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാർട്ടിനൊരു സ്വപ്നം ഉണ്ടാവുകയാണ്. സ്വപ്നത്തിൽ ദൈവം മാർട്ടിൻ്റെ അടുക്കൽ വന്ന് പറയുന്നു, മാർട്ടി, നിന്റെ ആ ഷൂ പോളിഷ് ചെയ്യുന്ന കടയുണ്ടല്ലോ, ഇന്ന് ആ കടയിലേക്ക് ഞാൻ വരും. എനിക്ക് നിന്നോടുകൂടെ വർത്താനം പറയണം, നിന്നോടുകൂടെ ചിരിക്കണം. നീ എന്നെ സ്വീകരിക്കില്ലേ? മാർട്ടിനൊരു നല്ല വിശ്വാസിയാണ്. മാർട്ടിന് ഒത്തിരി സന്തോഷം തോന്നി. മാർട്ടിൻ അന്നേ ദിവസം രാവിലെ ചാടി എഴുന്നേറ്റ് കടയിലേക്ക് ഓടിപ്പോയി. ഏറെ നാളായിട്ട് അടിയും തുടയൊന്നും ഇല്ലാതിരുന്ന തൻ്റെ കട നല്ല മനോഹരമായിട്ട് അടിച്ച് തുടച്ച് വൃത്തിയാക്കി നല്ല മെഴുകുതിരികളൊക്കെ കത്തിച്ച് ആ കട ഒന്ന് കളറാക്കി എടുത്തു. എന്നിട്ട് മാർട്ടിൻ തൻ്റെ ദൈവത്തിന് വേണ്ടി ആ കടയിൽ കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വയോധികനായ മനുഷ്യൻ മാർട്ടിൻ്റെ കടയിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നു വരുന്നത് കണ്ടു. മാർട്ടിൻ അയാളെ ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വീകരിച്ചു. നല്ല തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ മാർട്ടിൻ നല്ലൊരു ചൂട് കാപ്പിയൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു. അതിനുശേഷം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോട് തനിക്കുണ്ടായ സ്വപ്നത്തെക്കുറിച്ചൊക്കെ മാർട്ടിൻ സംസാരിച്ചു. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവസാനം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീ അവിടേക്ക് കടന്നു വരികയാണ്. അവളുടെ കൂടെ ഒരു കൊച്ചു കുട്ടിയുണ്ട്. ആ കുട്ടിയെ കണ്ടപ്പോഴും ഗർഭിണിയെ കണ്ടപ്പോഴും മാർട്ടിൻ ഒത്തിരി സ്നേഹത്തോടെ അവരെയും സ്വീകരിച്ചു. എന്നിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അവർക്ക് നല്ലൊരു ചൂട് സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുട്ടിയെ കുറേ നേരം കളിപ്പിച്ച് തമാശകളൊക്കെ പറഞ്ഞ് ദൈവത്തിന് വേണ്ടി വീണ്ടും കാത്തിരുന്നു. അപ്പോഴാണ് മാർട്ടിൻ പെട്ടെന്ന് പുറത്തൊരു ശബ്ദം കേൾക്കുന്നത്. ശബ്ദത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഏതൊരു കുട്ടി ഒരു ആപ്പിൾ മോഷ്ടിച്ചിട്ട് അത് പിടിച്ചിരിക്കുകയാണ്. ആ കുട്ടിയെ പിടിച്ച് അവിടുത്തെ ആ കടയുടെ മുതലാളി ചീത്ത പറയുന്നതാണ് കാണാൻ. മാർട്ടിൻ അവിടേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, പ്രശ്നമൊന്നും ഉണ്ടാകണ്ട, അവന് ആപ്പിളിൻ്റെ കാശ് ഞാൻ തന്നേക്കാന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, മോൻ ഒരിക്കലും മോഷ്ടിക്കരുത്, ഈ ആപ്പിൾ നീ എടുത്തോ, ഇനി എന്ന് നിനക്ക് വിശക്കുന്നു തോന്നുന്നു അന്ന് നീ എൻ്റെ കടയിലേക്ക് പോരെ എന്ന് പറഞ്ഞ് മാർട്ടിൻ ആ കുട്ടിയെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ദൈവത്തിന് വേണ്ടി വീണ്ടും മാർട്ടിൻ കാത്തിരുന്നു. അങ്ങനെ ഒത്തിരി നേരം കാത്തിരുന്ന് രാത്രിയായി കടയൊക്കെ അടയ്ക്കാറായി. ദൈവം വന്നില്ല. മാർട്ടിൻ വീണ്ടും നിരാശയായി സങ്കടമായി. മാർട്ടിൻ അന്ന് കടമുറി അടച്ചപ്പോൾ 2 കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കട അടയ്ക്കുന്നത്. തിരിച്ച് വീട്ടിലെത്തി ക്രൂശിത രൂപത്തിന്റെ മുമ്പിൽ ചെന്ന് മാർട്ടിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാർട്ടിൻ പറയും, ദൈവം എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് നീ വീണ്ടും ഇങ്ങനെ ഒരു പ്രതീക്ഷ നൽകിയിട്ട് എന്നെ പെറ്റിച്ച് കളഞ്ഞത്? ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? മാർട്ടിനോട് ദൈവം പറഞ്ഞു, മാർട്ടിൻ, നീ എന്ത് വർത്താനാണ് ഈ പറയുന്നത്? നിന്റെ കടയിലേക്കല്ലേ ഞാൻ ആദ്യം ഒരു പ്രായമായ മനുഷ്യനായിട്ട് കടന്നു വന്നത്? നിന്റെ കൈ കൊണ്ട് തന്നെയല്ലേ നീ എനിക്കൊരു നല്ലൊരു കാപ്പി ഇട്ട് തന്നത്? ഏറെ നേരം വർത്താനം പറഞ്ഞിട്ടല്ലേ ഞാൻ നിന്റെ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയത്? വീണ്ടും നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു ഗർഭിണിയായ സ്ത്രീയുമായും അവളുടെ കുട്ടിയുമായും ഞാൻ നിന്റെ അടുക്കിലേക്ക് തന്നെയല്ലേ വന്നത്. അപ്പോഴും നിന്റെ കൈ കൊണ്ട് തന്നെയല്ലേ ഞാൻ നല്ലൊരു സൂപ്പ് ഉണ്ടാക്കി കുടിച്ചത്. നീയല്ലേ എന്നെ ഏറെ നേരം കളിപ്പിച്ചത്, വർത്തമാനം പറഞ്ഞത്. ഇനി വീണ്ടും നിന്നെ കാണണമെന്ന് തോന്നിയപ്പോൾ ആപ്പിൾ മോഷ്ടിച്ചൊരു കുട്ടിയായിട്ട് ഞാൻ നിന്റെ മുമ്പിലേക്ക് വന്നില്ലേ? അപ്പോൾ നീ തന്നെയല്ലേ ആ ആപ്പിളിൻ്റെ കാശ് കൊടുത്ത് എനിക്കൊരു ആപ്പിൾ മേടിച്ചു തന്നത്. ഇനിയും എപ്പോൾ വിശന്നാലും എൻ്റെ അടുക്കിലേക്ക് വരണമെന്ന് പറഞ്ഞ് നീ തന്നെയല്ലേ എന്നെ പറഞ്ഞു വിട്ടത്.